ഇന്തോനേഷ്യക്കാർക്ക് സ്വന്തമായ കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ദ്വീപിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വെറും ദ്വീപല്ല കേട്ടോ, ഒരൊറ്റ പകൽ കൊണ്ട് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വന്ന ഒരു അത്ഭുത ദ്വീപ്. Selamat pagi guys. Not like that. Selamat pagi guys. സമയം 9:55 രാവിലെ ഒരു 8-8:30 ഇറങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷേ ഉറക്കവും ഫുഡും ഒന്നും നമ്മുടെ കൺട്രോളിലല്ലല്ലോ. വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം, ഇതൊരു നഷ്ടപ്രണയത്തിന്റെ കഥ പറയുന്ന വീഡിയോ ആയിരിക്കും. എന്നും ചിരിപ്പിക്കുന്ന ഫാറൂഖ് ഞങ്ങളെ ഇന്ന് കരയിപ്പിച്ചു എന്നൊരു കംപ്ലൈന്റ് വരരുത്, അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ആളെ കണ്ടുമുട്ടി. നമ്മൾ സുധീനെ ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ ആ കമാറോ ഐലൻഡിലേക്ക് പോകാനാണ് കേട്ടോ. റഫദ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. റഫ കൂടെ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, ആ പള്ളിയുടെ പാർക്കിങ് ഭയങ്കര സേഫാണ്, പിന്നെ നല്ല തണലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾ ആ ഐലൻഡിലേക്ക് പോകുന്ന ബോട്ട് പിടിക്കുന്ന സ്ഥലത്തേക്ക് നടന്നാണ് പോകുന്നത്. സുധിയെ പരിചയപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം, ഒരു കണ്ണൂരുകാരനാണ്, മലയാളി. നമ്മുടെ അടുത്തേക്ക് കുറേ സ്ഥലങ്ങളുടെ നല്ല നല്ല വീഡിയോസ് എത്തിക്കുന്ന ബാക്ക് പാക്കർ സുധിയാണ് കേട്ടോ നമ്മളോടൊപ്പം ഇന്നുള്ളത്. അതിൽ ഫാറൂഖ് തണൽ നോക്കി നമ്മൾ വണ്ടി വിട്ടിട്ട് ഈ മരം വല്ല ഒടിഞ്ഞു വീണാലോ ഒന്ന്. ഇവിടുത്തെ തിരക്കേറിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി നടന്നു വേണം നമ്മൾ ആ കമാറോ ഐലൻഡിലേക്ക് പോകുന്ന ബോട്ട് പിടിക്കാൻ. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലാണ്. എവരി വൺ ക്യാൻ ഹാവ് ലൈക്ക് ട്രീറ്റ്മെന്റ് ഹിയർ ഓൺലി ഫോർ മിലിറ്ററി പീപ്പിൾ? ഓക്കെ ഓക്കെ, ഗവൺമെൻറ് ഇൻഷുറൻസും ഇവിടെ കവേർഡ് ആവും കേട്ടോ. പക്ഷേ ഇത് മിലിറ്ററി ഹോസ്പിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് ആ ഒരു പട്ടാളത്തിൻ്റെ കളർ, പച്ച കളറൊക്കെ. ഞങ്ങൾ ഇതുവഴി നടന്നിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടുത്തെ കൊളോണിയൽ ഭരണ കാലഘട്ടമായിട്ടുള്ള ബന്ധപ്പെട്ട മ്യൂസിയമാണ് കേട്ടോ ഇത്. റഫ നമ്മളെ ഇതുവഴി ഒരു ഓക്കെ പലമ്പങ്ങിൻ്റെ ഹിസ്റ്ററി അന്തി ഇറങ്ങുന്ന ഒരു മ്യൂസിയമാണ്. അതിൻ്റെ പിൻവാതിൽ കൂടെയൊക്കെയാണ് റഫ നമ്മളെ കൊണ്ടുവന്നത് കേട്ടോ. ഷോർട്ട് കട്ടാണ് ഫുള്ള്, ഇല്ലേ സത്സുദ്ധി? അതെ അതെ. പീരങ്കി അല്ല, ഇതിനകത്ത് മറ്റേ മരുന്ന് നിറച്ചിട്ട് പൊട്ടിക്കുന്ന സാധനം പീരങ്കി അല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ മ്യൂസിയം. ഒരേ ഉടുപ്പ് കിട്ടിയിട്ട് 2 കുഞ്ഞുങ്ങളിവിടെ നിൽപ്പുണ്ട്. ആ കുട്ടികൾ രണ്ടാളും ഓടി അങ്ങ് പോയി കേട്ടോ. മെട്രോ പോകുന്ന കണ്ടോ, ഏതൊക്കെയോ വഴി റഫ കൊണ്ടുപോവാണ്. നമ്മൾ ഈ പുള്ളിക്കാരനെ നോക്കി പോകാൻ കേട്ടോ. ആളുടെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്നതാണ് കേട്ടോ അമ്പേറ പാലം. ഇത് മൂസി നദിയാണ്. ഈ മൂസി നദിക്ക് കുറുകെയുള്ള ഈ അമ്പേറ പാലത്തിന് വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കപ്പലുകൾ കടന്നു പോകുന്ന സമയത്ത് ഈ പാലം 2ആയിട്ട് തുറക്കുമായിരുന്നു കേട്ടോ. റഫ അവിടെ ഇരുന്ന് കേട്ടോ. ഇതാണ് മ്യൂസിയം സുൽത്താൻ മഹമ്മൂദ് ബദറുദ്ദീൻ. നമ്മൾ കണ്ട മ്യൂസിയത്തിൻ്റെ പേര് ഇതാണ് കേട്ടോ. സുൽത്താൻ മഹമ്മൂദ് ബദറുദ്ദീനാണ് ഇവിടെ പണ്ട് ഭരിച്ചത്, ഇവിടുത്തെ രാജാവ് കേട്ടോ. നമ്മുടെ സുധി പാപ്പക്ക് നമുക്ക് വേണ്ടിയിട്ട് ബോട്ട് ഇങ്ങോട്ട് അടുപ്പിക്കുകയാണ് കേട്ടോ. ബിസ്മില്ല. തടി കൊണ്ടുണ്ടാക്കിയ ബോട്ടാണ് കേട്ടോ. സാങ്, ഡു യു ഹാവ് മണി ടു ബൈ കോഫി? ഓക്കെ, റഫേഡയിൽ പൈസയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബാപ്പക്ക് ഇവിടെ കെട്ടൊക്കെ അഴിച്ച് വിടുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു തടി ബോട്ടിലൊന്നും പോയിട്ടില്ല, പക്ഷെ നമ്മുടെ സുധി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സുധിക്ക് ശരിക്കും ഈ ബോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, പുഴ നീന്തി കിടക്കും വേണമെങ്കിൽ. ഞാൻ ഫസ്റ്റ് ടൈം സുധി ബോട്ടിലൊക്കെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ചെറുതില്ലേ, കുഞ്ഞിൽ കയറിയിട്ടുള്ളതാ ബോട്ടിൽ. ഹാത്തിയാ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത സെറാത്തുസ് ദുവപ്പുളു 1,20,000. നമുക്ക് സ്പീഡ് ബോട്ട് വേണ്ട, നമുക്ക് പതുക്കെ പോവാം സമാധാനത്തിൽ. ഇപ്പോൾ ഈ ബോട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഇന്ത്യയും ഇന്തോനേഷ്യയും പലമ്പങ്ങും സുമത്രയും തമ്മിലുള്ള ആ ഒരു ബന്ധം. അതിനെ ഈ നദിയും ആ കാണുന്ന അമ്പേറ പാലവും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. സുമത്ര ദ്വീപിൻ്റെ ഹൃദയത്തിലൂടെയാണ് ഈ മൂസി നദി ഒഴുകുന്നത്. ഒരു നദിയോ പുഴയോ മാത്രമല്ല, പഴയ കാലത്തിൻ്റെ ജീവൻ നിറഞ്ഞ വഴികളായിരുന്നു ഇത്. ഈ ഒരു നദിയിൽ കൂടെ തന്നെയാണ് പലമ്പങ് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് വളർന്നതും. ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരികളും കടൽ യാത്രികരും ഒക്കെ ഈ തീരങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു പഴയ കാലത്ത്. മസാലകളും വസ്ത്രങ്ങളും സംസ്കാരവും എല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പെട്ടു. ശ്രീവിജയ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഇന്ത്യയുമായിട്ടുണ്ടായിരുന്ന ഈ ഒരു ബന്ധം കുറച്ചും കൂടെ ശക്തമായി.
ബുദ്ധ സംസ്കാരം ഒക്കെ അന്ന് ഇങ്ങോട്ടേക്ക് എത്തി. ഇതൊരു വ്യാപാര ബന്ധം മാത്രമല്ല കേട്ടോ, ഒരു ആത്മീയ ബന്ധം കൂടിയായിരുന്നു. മൂസി നദി ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള പഴയകാല ബന്ധത്തിൻ്റെ ഒരു സാക്ഷി കൂടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ നാട്ടുകാരുടെ അഭിമാനമായിട്ടുള്ള ഈ ഒരു അമ്പേറ പാലം ഈ ഒരു പലംബങ് നഗരത്തിൻ്റെ 2 തീരങ്ങളെ മാത്രം യോജിപ്പിക്കുന്ന ഒരു സാധനമല്ല, ചരിത്രത്തെയും പിന്നെ പുതുതായിട്ട് വന്ന ഡെവലപ്മെൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ചിഹ്നമാണ് കേട്ടോ ഈ ഒരു പാലവും ഈ ഒരു നദിയും. ഇതെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ്, ഒരു തന്ത്രപ്രധാനമായ ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ദൂരെയൊക്കെ കുറേ ഫാക്ടറികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്തോനേഷ്യയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലും ഫാക്ടറികൾ നദിയുടെ കരയിലായിരിക്കും ഉണ്ടാവുക. അതാകുമ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഇത് മണലൂറ്റുന്ന കപ്പലാണെന്ന് എനിക്ക് തോന്നുന്നത്, മണലൂറ്റുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവർ മണൽ വാരി പുറത്ത് കളയുന്നുണ്ട്, എന്താ അവസ്ഥയൊന്നും അറിയില്ല. മഞ്ഞയും നീലയും പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന കപ്പൽ പുസ്രി ഇന്തോനേഷ്യ, അതും അതിൻ്റെ പിറകിലുള്ള ആ ഒരു ഫാക്ടറി ഇൻഡസ്ട്രി ഏരിയയെല്ലാം നമ്മുടെ റഫായിൻ്റെ ഉപ്പ ജോലി ചെയ്ത സ്ഥലമാണ് കേട്ടോ പുസ്രി. അതൊരു പുസ്രി എന്ന് വെച്ചാൽ പുപ്പുക് ശ്രീവിജയ. പുപ്പുക് എന്ന് പറഞ്ഞാൽ ഇവിടെ വളത്തിന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഉപ്പ വർക്ക് ചെയ്ത സ്ഥലമാണ്. ഈ ഒരു ഷിപ്പല്ല അതിൻ്റെ പിറകിലുള്ള ഇൻഡസ്ട്രി. ഈ ഷിപ്പിൽ 1-2 വട്ടം പുള്ളിക്കാരൻ ജക്കാർത്തയിലേക്കൊക്കെ എന്തോ ഒരു സാധനം എടുക്കാനോ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ കാണുന്ന പുപ്പുക് ഇന്തോനേഷ്യ എന്ന് എഴുതിയിരിക്കുന്നില്ല, അതാണ് ഇവരുടെ പ്രോഡക്റ്റ് കേട്ടോ. യൂറിയാണ് ഇവർ ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനം. അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഈ കാണുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയേൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ. നമ്മുടെ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ആ കമാറോ ദ്വീപ് കുറേ ദൂരെയാണ്. ഏകദേശം 30 മിനിറ്റോളം നമ്മൾ ഈ ബോട്ടിൽ പോകണം കേട്ടോ. ബോട്ട് നല്ലപോലെ ആടുന്നുണ്ട്, കാരണം ഈ കപ്പലൊക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നല്ലപോലെ ആടുന്നു കേട്ടോ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. സ്തുതിയുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ സ്ഥാനത്ത് കയറിയിരിക്കുന്നത്. ലൈഫ് ജാക്കറ്റോ ഒരു സാധനവും ഇല്ല. പിന്നെ ഈ വലിയ കപ്പലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വെള്ളം കിടന്ന് ഇങ്ങനെ ആടും കേട്ടോ. എന്നാലും ഞാനൊരു ധൈര്യത്തിലങ്ങ് ഇരിക്കുകയാണ്. ആടുന്നുണ്ടല്ലേ സ്ഥിതി നല്ലപോലെ? അത് ഇതിൻ്റെ യൂറിയൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇന്തോനേഷ്യയിൽ ഈ ഇൻഡസ്ട്രികൾക്കൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അവരുടെ ഇൻഡസ്ട്രികളെല്ലാം ഇതുപോലെ നദീതീരത്തായിരിക്കും. അതാകുമ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പമാവും. അവരിതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു നാച്ചുറൽ റിസോഴ്സിലൊക്കെ അവർ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ബാലൻസ് പോകുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ എണീറ്റിരിക്കാത്ത. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു ദ്വീപിലേക്ക് അടുത്ത് കേട്ടോ. ദ്വീപ് ആ കാണുന്നതാണ് നമ്മുടെ പുലാവ് കമാറോ ദ്വീപ്. പുലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വീപ് എന്നാണ്, കമാറോ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അതിനുള്ളിലാണ് ഒരു ചൈനീസ് അമ്പലമൊക്കെ ഉള്ളത്. ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ചൈനീസ് ന്യൂ ഇയർ ആവുന്ന സമയത്ത് നമുക്ക് ശരിക്കും ബോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കരയിൽ നിന്ന് ഈ ഒരു ഐലൻഡിലേക്ക് ഒരു പാലം ഉണ്ടാക്കും കേട്ടോ. അവർ ഒരു പാലം കെട്ടും. അത് ത്രൂ ആൾക്കാർക്ക് ബോട്ട് എടുക്കാതെ തന്നെ പാലത്തിലൂടെ തന്നെ ബൈക്കും സൈക്കിളും പിന്നെ കാറും ഒക്കെ പോകുന്ന രീതിയിലുള്ള ഒരു പാലമാണ് അവർ ഉണ്ടാക്കുക കേട്ടോ. ആൾക്കാർക്ക് നടന്നും പോകാൻ പറ്റും ആ പാലത്തിൽ കൂടെ, ആ ഒരു കരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അതാണ് നമ്മുടെ ചൈനീസ് അമ്പലം കേട്ടോ. ദൂരം നിന്നുള്ള കാഴ്ചയാണ്. നമ്മൾ ഏകദേശമല്ല, നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. പുലാവ് കമാറോയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇവിടെ കുറേ കാക്കാമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ പഞ്ചാബി ഹൗസിലെ രമണനെയാണ് കേട്ടോ. മുതലാളി ജഗ 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 നമ്മളെ Siapa? Studi ആദ്യം പോ. Bismillah. Makasih Pak, makasih. Terserah. Kalau mau pulang baru pulang. Oke. Sini ya. Jangan pergi ya. ഞാൻ പറഞ്ഞേ ഞങ്ങളെ ഒറ്റക്കാക്കി ഇവിടുന്ന് പോകല്ലേന്ന്. എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല എന്ന് പറഞ്ഞ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഹലോ. കുറേ ഇബു ഉണ്ട് കേട്ടോ ഇവിടെ. ജലൻ യാ. ഓക്കെ. ഇന്ന്
തിങ്കളാഴ്ചയാണ്, എന്നാലും ഇവിടെയൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് കുറേ ഇബുവും മക്കളും മരുമക്കളൊക്കെ വന്നിട്ടുണ്ട്. സ്പെഷ്യൽ വണ്ടി പിടിച്ച് വന്നതാ? അതെ അതെ അതെ, ഇവര് സ്പീഡ് ബോട്ട് കേട്ടോ. ഇനി ചപ്പാത്തിയാ ചപ്പാത്തി ആയോ. നമ്മുടെ ഫാൻസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സിനിമാ നടന്മാരെ പോലെ ആകുന്നുള്ളത്. ഹലോ. ഇവരുടെയൊക്കെ ഉപജീവന മാർഗം ഈ ബോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐലൻഡ് ഉള്ളത് കൊണ്ട് ഇവരുടെ എല്ലാ ഉപജീവന മാർഗം അതിലൂടെ കഴിഞ്ഞു പോകുന്നു കേട്ടോ. കുറച്ച് കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ബീമൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ പില്ലറോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അവർ. ഇവിടെ കൊച്ചുകുട്ടികളെ ആകർഷിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റേ നാട്ടിൽ ഞാൻ പണ്ട് ചെറുതിൽ എനിക്ക് എൻ്റെ ഉമ്മയുടെ വാപ്പ ഇത് നമ്മുടെ അത്താണ വിളിക്കുക, ഉപ്പുപ്പ ഇത് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ തീ കത്തിച്ച് വെക്കുമ്പം ബോട്ടിങ്ങനെ ഓടും ടപ്പടപ്പടപ്പടയെന്ന്. അത് കൊച്ചിലെ കളിച്ചിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് അടിപൊളി സാധനമാണ്. മെഴുകുതിരി കണക്കിന് കത്തിച്ച് വെക്കും, എണ്ണ ഒഴിച്ചിട്ട് ഒരു തിരി ഇട്ടിട്ട് അപ്പം അങ്ങനെ ബോട്ട് ഇട്ടപ്പടപ്പടന്ന് പറഞ്ഞിട്ട് ഓടും. ഇത്രയും നേരം ആ ബോട്ടിൽ ഇരുന്ന് ടക്കടക്കടക്കുന്ന ശബ്ദം കേട്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ശാന്തത കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ല. ഇത് കണ്ടോ, ഇതാണ് ലെജൻഡ പുലാവ് കമാറോ. പുലാവ് കമാറോ ഈ ഒരു ദ്വീപിൻ്റെ ചരിത്രമാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അദ ലെജൻഡ സിയോറാങ് പുത്രി രാജ ബർനാമ സിറ്റി ഫാത്തിമ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു ദ്വീപിൻ്റെ ചരിത്രം. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാജഡിയാണ് കേട്ടോ. ട്രാജഡി സ്റ്റോറിയാണ് ഈ ദ്വീപിനുള്ളത്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു അമ്പലവും കാര്യങ്ങളും കാണാം. ചൈനീസ് അമ്പലമാണ് കേട്ടോ ഇത്. സ്റ്റോറിയുടെ ട്രാജിക് എഫക്റ്റ് അത്രത്തോളം ഇവിടെയുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഉണ്ട്. ശരിക്കും അതാണ് നമ്മുടെ അമ്പലം. ആ കാണുന്നത്, ആ പൊക്കത്തിൽ കാണുന്നതാണ് കേട്ടോ ആ ചൈനീസ് അമ്പലം. സിറ്റി ഫാത്തിമയുടെയും ആ ഒരു ചൈനക്കാരൻ്റെയും പേരിൽ ഓർമ്മിക്കപ്പെടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു അമ്പലമാണ് അത് കേട്ടോ. അവരുടെ കഥ ഞാൻ പറയാം നിങ്ങളടുത്ത്. അത്ര കിങ്ഡം ഇത് ഭരിച്ചിരുന്ന രാജാവ് ഭയങ്കര വെൽത്തിയായിട്ട് കുറേ പൈസ ഉള്ള ഒരു രാജാവായിരുന്നു കേട്ടോ. അപ്പോൾ ആ രാജാവിനൊരു സുന്ദരിയായ പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയുടെ പേരാണ് സിറ്റി ഫാത്തിമ. ഫാത്തിമ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അത് സൗന്ദര്യം അതിൻ്റെ പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു. വളരെ ഹമ്പിളും കുലീനതയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരുന്നു. എല്ലാവർക്കും ആ കുട്ടീനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റില്ല ആ ഒരു സൗന്ദര്യം കാരണം. സിറ്റി ഫാത്തിമയെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഒരുപാട് സ്വത്ത് വേണം, വലിയ വെൽത്തിയായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് ഒരാളെ മാത്രമേ സിറ്റി ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കൂ എന്നായിരുന്നു നമ്മുടെ രാജാവിൻ്റെ ഒരു തീരുമാനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലമ്പങ്ങിലേക്ക് ചൈനയിൽ നിന്നൊരു സുന്ദരം വരുന്നത് കേട്ടോ. കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ആൾ. പക്ഷേ കച്ചവടത്തിന് വന്ന് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് പെർമിഷൻ ചോദിക്കും, ഞാനിവിടെ കച്ചവടം നടത്തിക്കോട്ടെ എന്നൊക്കെ. അപ്പോൾ രാജാവ് പറയും, ആ നടത്തിക്കോ, പക്ഷേ നീ നടത്തുന്ന കച്ചവടത്തിൻ്റെ 50% ലാഭം ഈ ഒരു രാജ്യത്തിനായിരിക്കണം എന്നൊക്കെ രാജാവ് പറയും. അതെല്ലാം നമ്മുടെ ചൈനക്കാരൻ ഓക്കെ പറഞ്ഞിട്ട് തൻ ബുൻ ആൻ എന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ ആ ചൈനയിൽ നിന്ന് വന്ന നമ്മുടെ ആ ചെറുപ്പക്കാരൻ്റെ പേര്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്നു, കച്ചവടമൊക്കെ നടത്തി വലിയ ആളാവും, കച്ചവടമൊക്കെ ലാഭത്തിലാവും, രാജാവിന് ഒരുപാട് ഇഷ്ടമാവും. ആ സമയത്താണ് രാജാവിൻ്റെ പുത്രിയായ സിറ്റി ഫാത്തിമയോട് നമ്മുടെ തൻ പുൻ അന്നിന് ഒരു സ്നേഹം തോന്നുന്നത്, ഒരു പ്രണയം തോന്നുന്നത്. അങ്ങനെ പ്രണയം തോന്നും. അത് ആ കുട്ടിയോട് അയാൾ പറയും. അയാൾ നല്ല ഗ്ലാമർ ആയതുകൊണ്ട് നമ്മുടെ സിറ്റി ഫാത്തിമയ്ക്കും അയാളോട് ഇഷ്ടം തോന്നും. രാജാവ് അംഗീകരിക്കണമല്ലോ. രാജാവിനാണെങ്കിൽ ഒരുപാട് പൈസയുള്ള നല്ല വെൽത്തിയായിട്ടുള്ള ഫാമിലിയിലുള്ള ഒരാൾക്ക് മാത്രമേ തൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്നാണ് കേട്ടോ നമ്മുടെ രാജാവിൻ്റെ പിടിവാശി. ചൈനക്കാരൻ വന്ന് നമ്മുടെ സുന്ദരിയായ സിറ്റി ഫാത്തിമയുടെ വാപ്പ നമ്മുടെ രാജാവിനോട് പറയും, എനിക്ക് നിങ്ങളുടെ മോളെ കെട്ടിച്ചു തരുമെന്ന് ചോദിക്കും. അപ്പോൾ രാജാവ് പറയും, മോളെ കെട്ടിച്ചു തരാം, പക്ഷേ നീ അത്രയും പൈസയുള്ള വെൽത്തിയായിട്ടുള്ള ഫാമിലി എന്നുള്ള ആളാണെന്ന് പ്രൂവ് ചെയ്യണം. 9 കൊട്ട നിറയെ സ്വർണം ഇവിടെ കൊണ്ടുവയ്ക്ക്, മോളെ കെട്ടിച്ചേരാന്ന് പറയും. ചൈനക്കാരൻ എന്ത് ചെയ്യും, വീട്ടിലേക്ക് കത്തെഴുതും. തൻ്റെ മാതാപിതാക്കൾ കത്തെഴുതിയിട്ട് പറയും, എനിക്ക് 9 കൊട്ട നിറയെ സ്വർണം വേണം, ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാണെന്ന്. അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്യും, ഓക്കെ, അവർ കൊട്ട നിറയെ സ്വർണം ശേഖരിച്ച് അതിൻ്റെ മുകളിൽ പച്ചക്കറി ഇട്ട് മൂടി വയ്ക്കും, കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ ചൈനയിൽ നിന്ന് സ്വർണ്ണ കൊട്ടകൾ നമ്മുടെ പലമ്പങ് തീരത്തടുത്ത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ കാണുന്ന നമ്മളിപ്പോൾ വന്ന ആ ഒരു ബോട്ടിൽ വന്ന സ്ഥലമില്ലേ, ആ ഒരു വെള്ളത്തിൽ ആ ഒരു സ്ഥലത്തേക്കാണ് ഈ സ്വർണം വന്നത്. നമ്മുടെ ചൈനക്കാരൻ പോയി കൊട്ട തുറന്നു നോക്കും വലിയ ആഹ്ലാദത്തിൽ. സിറ്റി ഫാത്തിമ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. കൊട്ട തുറക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ പച്ചക്കറികൾ മാത്രമേ അവർക്ക് ആ ഒരു കൊട്ടയ്ക്കുള്ളിൽ കാണാൻ പറ്റുള്ളൂ. ചൈനക്കാരൻ ഭയങ്കര വിഷമത്തിൽ കരഞ്ഞ് നിലവിളിക്കും. കാര്യം എൻ്റെ മാതാപിതാക്കൾ എന്നെ ചതിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു കേട്ടോ, തെറ്റിദ്ധാരണയായിരുന്നു. ആ പച്ചക്കറി നിറച്ചത് എന്തിനാണ്, അത് കള്ളന്മാർ കൊണ്ടുപോകാതിരിക്കാനാണ്. അങ്ങനെ ഓരോ കൊട്ടയായിട്ട് നമ്മുടെ ഈ ചൈനക്കാരൻ്റെ അടുത്ത് നദിയിലേക്ക് ഇടും. അവസാനത്തെ കൊട്ട ഇടാൻ നേരം കൊട്ട തട്ടിയതും കൊട്ടയ്ക്കകത്ത് നിന്ന് പച്ചക്കറി വന്ന് വീഴും, അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വർണം വന്ന് പുറത്തേക്ക് വീഴും. അപ്പോഴാണ് നമ്മുടെ ചൈനക്കാരൻ അറിയുന്നത്, ഞാൻ ഇത്രയും നേരം തട്ടി ആ ഒരു നദിയിലേക്ക് ഇട്ട ആ ഒരു കൊട്ട നിറയെ സ്വർണ്ണമായിരുന്നു എന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആൾ എന്ത് ചെയ്യും, ആ നദിയിലേക്ക് എടുത്ത് ചാടും. കാര്യം തൻ്റെ ജീവിതവും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ആ ഒരു പെൺകുട്ടിയും ആ ഒരു ഈ ഒരു സ്വർണ്ണത്തിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. ഈ സ്വർണ്ണം കൊടുത്താലേ രാജാവ് കെട്ടിച്ചു കൊടുക്കുള്ളൂ. ആളത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ നദിയിലേക്ക് എടുത്ത് ചാടുന്നതും സിറ്റി ഫാത്തിമ അവിടെ നിന്ന് അയ്യോ ചാടലേ ചാടലേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ
ഇയാൾ അതൊന്നും നോക്കില്ല. വലിയ ആഴമുള്ള നദിയാണ് കേട്ടോ മൂസി നദി. ഈ മൂസി നദിയിലേക്ക് എടുത്ത് ചാടും. അതിനുശേഷം അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം അതിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകും. നമ്മുടെ കാഞ്ചനയും മൊയ്തീൻ്റെയും സ്റ്റോറിയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇത് കേട്ടപ്പോഴേക്കും. അത്രത്തോളം ശരിക്കും അത് റിയൽ സ്റ്റോറിയാണ്. ഇത് ഇവരുടെ ഒരു കഥയാണ്. അങ്ങനെ ഇദ്ദേഹം ആഴത്തിലേക്ക് ആണ്ടാണ്ട് പോകുമ്പോഴേക്കും സിത്തി ഫാത്തിമ ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയും, ഞാനും തൻ്റെ കാമുകനൊപ്പം പോവുകയാണ്. ഈ ഒരു വെള്ളത്തിൽ നിന്ന് എന്തെങ്കിലും പൊന്തി വരികയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ശവകുടീരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സുന്ദരിയായ ഈ ഒരു പെൺകുട്ടിയെ എടുത്ത് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും കേട്ടോ. ഞാൻ ഇതിലേക്ക് ചാടുകയാണ്, ഞാൻ ഇവിടെ നിന്നും ഇനി എന്തെങ്കിലും പൊങ്ങി വരികയാണെങ്കിൽ അത് എൻ്റെ ജീവനുള്ള ശരീരമായിരിക്കില്ല, അതെൻ്റെ ശവകുടീരമായിരിക്കും എന്ന് പറയും കേട്ടോ. അങ്ങനെ ഈ പെൺകുട്ടി ഇതിലേക്ക് ചാടി അത് കഴിയുമ്പോഴേക്കും താഴെ നിന്ന് മണ്ണ് പൊങ്ങി വരും എന്നാണ് പറയുന്നത്. ഒരു ദ്വീപായിട്ട് അത് പൊങ്ങി വരും. ദിവസം തോറും കൂടുന്തോറും ആ ദ്വീപ് വളർന്നു വന്നു. ആ ദ്വീപാണ് ഇത്. ആ ദ്വീപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു ദ്വീപിൻ്റെ കഥ. ഈ കഥ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കേണ്ട. പക്ഷേ ഇപ്പോഴും ഈ ഒരു അതിനുവേണ്ടി ഓർമ്മയ്ക്കായിട്ട് പണി കഴിച്ച ഈ ഒരു ചൈനീസ് അമ്പലവും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴും പ്രവർത്തിച്ചു പോരുന്ന ഈ ഒരു നാട്ടുകാരും ഇവിടെ വിസിറ്റേഴ്സായിട്ട് വരുന്ന ആൾക്കാരും എല്ലാം ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ചൈനീസ് ന്യൂ ഇയറിനും ചൈനയിൽ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വരും കേട്ടോ. അവരുടെ ട്രഡീഷനും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും കേട്ടോ. ചൈനീസ് ന്യൂ ഇയറിന് ഇവിടെ കുറേ ഫംഗ്ഷൻസും പരിപാടികളൊക്കെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാകും. എല്ലാവരും നമ്മുടെ സിത്തി ഫാത്തിമയും ആ ചൈനക്കാരനെയും ഓർക്കും കേട്ടോ. ഇവിടെ ചെരുപ്പില്ലേ, റബ്ബർ ചെരുപ്പിൻ്റെ, അതുകൊണ്ട് നമ്മൾ ടയർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വണ്ടി ഉണ്ടാക്കുമായിരുന്നു കൊച്ചിലെ. ഇത് അതുപോലത്തെ ഒരു സാധനമാണ് കേട്ടോ. പക്ഷേ ഇത് കോഴീൻ്റെ ഒരു ഡിസൈനാണുള്ളത്. ഇത് കോഴിത്തൂവലാണ് കേട്ടോ. മീൻസ് കോഴിത്തൂവലായിട്ടാണ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സൗണ്ടൊക്കെ ഉണ്ട് അതിങ്ങനെ ഓടിക്കുമ്പോൾ കണ്ടോ. മറ്റേ സുവനീർ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് തൊപ്പിയാണ് കേട്ടോ, ചൈനീസ് തൊപ്പി. അതിനക്കാരുടെ കുറേ സാധനങ്ങളുണ്ട്. സുവനീറാണ്. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള സുവനീർ ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ എവിടെ പോയാലും. അമ്പലത്തിൽ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് അവർ അമ്പലം എന്നാണ് പറയുന്നത്, ചൈനീസ് അമ്പലം എന്നാണ് കേട്ടോ പറയുന്നത്. 1, 2, 3 സോ ആ ഒരു സ്റ്റോറിയിൽ പറയില്ലേ 9 കൊട്ട നിറയെ സ്വർണ്ണമാണെന്ന്, അതുപോലെ 9 നിലയുള്ള അമ്പലമാണ് കേട്ടോ ഇത്. യാത്ര ചെയ്യാൻ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. എല്ലാവരും 50+ ആണ്. ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കാണ് കേട്ടോ ഇവരെല്ലാവരും. ഫോട്ടോ ഒക്കെ എടുത്ത് തകർക്കാണ് കേട്ടോ. നമ്മളെ 3 പേരും പോലീസായിരുന്നു കേട്ടോ. അയ്യോ. അപ്പോൾ ഇപ്പോൾ പെൻഷനായി കേട്ടോ. ഓക്കെ, 5 വർഷമായി, 9 വർഷമായി, 6 വർഷം, 6. തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ബിസ തോക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, സുധീയൊന്നും ചെയ്യില്ല നമ്മുടെ ചക്കന. ഓക്കെ, ഹാത്തി. അവരെല്ലാവരും പോലീസായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചേ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോന്ന്. തോക്കൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ വേണമെങ്കിൽ എന്നെ പൊട്ടിക്കാന്ന് പറഞ്ഞു. എന്നെ നെഞ്ചത്ത് വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇതാണ് കേട്ടോ പലമ്പങ്ങിൻ്റെ ടീഷർട്ട്. ആ ഒരു നമ്മുടെ ചൈനീസ് ടെമ്പിളൊക്കെ വെച്ചിട്ടുള്ള ടീഷർട്ടൊക്കെ ഇവിടെ വിൽക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അംബേര ബ്രിഡ്ജിൻ്റെ ഒരു ഡെമോയും ഒക്കെ ഇവിടെ വിറ്റിട്ടുണ്ട്. ഇത് നമുക്ക് ചൈനീസ് സ്ഥലങ്ങളിൽ കാണാമല്ലോ ഇങ്ങനെ ആക്കുന്ന. ഇന്തോനേഷ്യയിലേക്ക് വരാൻ പറഞ്ഞു കേട്ടോ എല്ലാവരോടും. 2 പേരുണ്ട് കേട്ടോ. സിന്ത പുത്രി. ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ പീന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഇത് ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. കുറേ ബോട്ടുകളുണ്ട് കേട്ടോ അവിടെ. എൻജിനൊക്കെ ഓഫ് ചെയ്തു. തെന്നി വീണ ആഴമുണ്ട് കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ബോട്ട് ഹൗസ്, സുധ പുലാവ്, അതുപോലത്തെ ബോട്ട് സ്റ്റാൻഡാണ് കേട്ടോ. ബോട്ട് ജെട്ടി വേറെ ബ്രിഡ്ജിൻ്റെ താഴെയാണ് കേട്ടോ ഈ ഒരു ബോട്ട് ജെട്ടി ഉള്ളത്. കുറേ ബോട്ടുകളും സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് ആ ഒരു പുലാവ് കമാറോ ഐലൻഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പൈസ ആവില്ല കേട്ടോ ചിലപ്പോൾ. കാര്യം ഇവിടെ മറ്റേ ഷെയറിങ് ആയിട്ടുള്ള ബോട്ടുണ്ട് കേട്ടോ. താങ്ക് യു, ബൈ. സ്നേഹം മാത്രം. നമ്മുടെ സുന്ദരി കുട്ടികൾ നമ്മളെ വളഞ്ഞു കേട്ടോ. വീണ്ടും റഫേനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ നമ്മുടെ സുന്ദരിമാരെല്ലാം കൂടെ നമ്മുടെ കഥ ചോദിക്കുക കേട്ടോ. എങ്ങനെയാണ് ഞാൻ റഫേനെ പരിചയപ്പെട്ടെന്നും ഒക്കെ. പാവം നമ്മുടെ സുധി പോസ്റ്റായി പോയി. സോറി സുധി. ഇവർ പറയുന്ന ഭാഷ ഏതാണെന്നുള്ളത് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ
തമ്മിൽ പ്രണയിച്ചിട്ടും ഒന്നിക്കാൻ പറ്റാതെ മൂസി നദിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നുപോയ ആ 2 പേരായിരുന്നു, ആ ചൈനക്കാരനും നമ്മുടെ ഫാത്തിമയും. ഈ കഥയുടെ മോറൽ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുണപാഠം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുക, ഒന്നും എടുത്തു ചാടി ചെയ്യാതിരിക്കുക, സബർ, പേഷ്യൻസ് ഉണ്ടാവുക. ആ ചൈനക്കാരൻ ആ കുടങ്ങളെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നതിന് മുന്നേ ഒന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ശരിക്കും നോക്കിയിരുന്നെങ്കിൽ സ്വർണം കണ്ടേനെ. ഇങ്ങനെ ഒരു കഥയായി അവർ മാറില്ലായിരുന്നു. ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതണം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ. ഇന്തോനേഷ്യ മരുമകൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.